വിശദമായ വാർത്തയിലേക്കാണ്, ഒരു സുപ്രധാന വാർത്തയിലേക്കാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിച്ചു വന്ന കുറ്റത്തിന് പോലീസ് അസഭ്യം പറഞ്ഞ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായി പരാതി. കണ്ണൂർ വളപട്ടണത്താണ് സംഭവം. എഴുത്തുകാരനായ ഇയാ വളപട്ടണത്തിനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന പീഡനം ഏൽക്കേണ്ടി വന്നത്. ജൂലൈ 5-നായിരുന്നു സംഭവം. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെ വലിയ ഗതാഗത തിരക്കിൽ റോഡ് മുറിച്ച് കടക്കാൻ സഹായിച്ച ഇയ എന്ന എഴുത്തുകാരൻ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് പോലീസുകാരനോട് താങ്കൾക്ക് ഇയാളെ സഹായിക്കാമായിരുന്നില്ലേ എന്ന് സൗമ്യമായി ചോദിച്ചതാണ് പ്രതികാര നടപടികൾക്ക് കാരണം. ഗവർണറുടെ സുരക്ഷയ്ക്കാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നായിരുന്നു ട്രാഫിക് ഉദ്യോഗസ്ഥന്റെ മറുപടി. തൊട്ടുപിറകെ വളപട്ടണം SI വന്ന് പിടിച്ചു തള്ളി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നാണ് എഴുത്തുകാരനായ ഇയ വളപട്ടണം പറയുന്നത്. സ്റ്റേഷനിലേക്ക് ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ പോലീസും ഡ്രൈവറും SIയും പറഞ്ഞത് മദ്യപിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന കുറ്റത്തിന് നിന്നെ റിമാൻഡാക്കി 60 ദിവസം കിടത്തുമെന്നാണെന്നും ഇയ പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത താൻ ഇക്കാര്യത്തെക്കുറിച്ച് താൻ ഫേസ്ബുക്കിലോ മറ്റോ എഴുതാത്തത് 2-3 പോലീസുകാരുടെ ഈ ക്രൂരതയുടെ പേരിൽ മൊത്തം പോലീസ് സംവിധാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും കുറ്റപ്പെടുത്താൻ കാത്തു നിൽക്കുന്നവർ ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാനാണെന്നാണ്. തന്റെ പരിചയത്തിലുള്ള സംസ്ഥാനത്തെ മറ്റു പോലീസുകാർക്ക് ഈ വളപട്ടണം വാട്സപ്പ് ചെയ്ത സന്ദേശം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. MS ഫനീഷ് ഉണ്ട് വിവരങ്ങളുമായി. MS, എന്താണ് ഈ സംഭവം? ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ അത്രത്തോളം ക്രൂരമാണ് ആ ഒരു നടപടി എന്നുള്ളത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? കേരളത്തിലെ എഴുത്തുകാർക്കിടയിലെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമാണ് നോവലിസ്റ്റും കഥാകൃത്തുമായിട്ടുള്ള ഇയ വളപട്ടണം എന്ന വ്യക്തി. ഇയ വളപട്ടണം ഒരിക്കൽ പോലീസുകാരനാവാൻ ആഗ്രഹിക്കുകയും പോലീസിൻ്റെ ടെസ്റ്റ് എഴുതാമെന്ന് തീരുമാനിക്കുകയും, എന്നാൽ ടെസ്റ്റ് എഴുതി ജയിച്ചാൽ പോലും തനിക്ക് ഒരാളുടെ മുഖത്തേക്ക് നോക്കി അസഭ്യത്തിൻ്റെതായൊരു വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പോലീസ് ടെസ്റ്റ് എഴുതാതിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ് ഇയ വളപട്ടണം. ഈ വളപട്ടണം തനിക്ക് നേരിടേണ്ടി വന്ന പോലീസിലെ ചിലരിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ ക്രൂരതയെക്കുറിച്ചും മാനസിക പീഡനത്തെക്കുറിച്ചും ആദ്യം ഫേസ്ബുക്കിൽ എഴുതാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. എങ്കിൽ തന്നെയും അത് എഴുതിയാൽ സംസ്ഥാനത്തെ മൊത്തം പോലീസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് 2-3 പോലീസുകാർ ചെയ്തിട്ടുള്ള ഈ അനീതിയെ മൊത്തം പോലീസുകാരുടെയും പ്രതിനിധാനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അങ്ങനെ ഫേസ്ബുക്കിൽ എഴുതാതിരിക്കുകയും, മറിച്ച് തനിക്ക് പരിചയമുള്ള പോലീസുകാർക്ക് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ വേദനയെക്കുറിച്ചും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചും ഒരു വാട്സപ്പ് സന്ദേശമായിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, കേരള പോലീസിൽ എല്ലാ കാലത്തും ഏത് കക്ഷി ഭരിച്ചാലും ആഭ്യന്തര വകുപ്പിനകത്ത് ചിലർ മാത്രമല്ല, വലിയൊരു വിഭാഗം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത് സാംസ്കാരിക രംഗത്തുള്ള വ്യക്തിത്വങ്ങളും അതേപോലെയുള്ള പ്രമുഖരും അനുഭവിക്കുമ്പോൾ മാത്രം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. സാധാരണക്കാരായിട്ടുള്ള ശബ്ദമില്ലാത്ത മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ ഇതൊന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരികയില്ല. ഇവിടെ ഒരു എഴുത്തുകാരനായതുകൊണ്ട് മാത്രം അത് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസ് സേനയിലെ തൻ്റെ ചങ്ങാതിമാർക്ക് ഈ സന്ദേശം അയച്ചിട്ട് അവരിലൂടെയെങ്കിലും ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന പോലീസുകാരിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വളപട്ടണം ആ സന്ദേശം അയച്ചിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എൻ്റെ പോലീസ് സുഹൃത്തുക്കൾക്ക് വളരെ സങ്കടത്തോടെയും വേദനയോടെയുമാണ് ഈ കുറിപ്പ് എഴുതുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. കണ്ണടയ്ക്കുമ്പോൾ എന്നെ മാനസികമായി ക്രൂശിച്ച പോലീസുകാരുടെ മുഖം മനസ്സിൽ വരുന്നു. പിന്നെ ഉറക്കം വന്നില്ല. അവരുടെ രൂക്ഷമായ മനസ്സിനെ മുറിപ്പെടുത്തുന്ന സംസാരം ചെവിയിൽ കേൾക്കുന്നു. പിന്നെ എങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിയും എന്നാണ് ഈ വളപട്ടണം സംസ്ഥാനത്തെ സുഹൃത്തുക്കളായ പോലീസുകാർക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ഒപ്പം അദ്ദേഹം ഇങ്ങനെയും സൂചിപ്പിക്കുന്നു: ഈ കുറിപ്പ് FBയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാം, എന്നാൽ പോലീസുകാരിൽ നിന്നുള്ള അനുഭവം FBയിൽ എഴുതിയാൽ അത് സർക്കാരിനെതിരെയും മൊത്തം പോലീസ് സേനയ്ക്കെതിരെയുമാക്കി മാറ്റാൻ അധികം സമയം വേണ്ട എന്നറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പോലീസ് സുഹൃത്തുക്കൾക്ക് മാത്രമായി എഴുതുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇയ വളപട്ടണം ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, ഒപ്പം ഇടതുപക്ഷ പ്രവർത്തകനുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള, സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള തനിക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു അനുഭവം നേരിടേണ്ടി വരുന്നു. ആ അനുഭവം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിനെ മൊത്തം അപമാനവൽക്കരിക്കുന്ന രീതിയിലേക്കാവുമെന്ന് ഇയ വളപട്ടണം വിചാരപ്പെടുന്നു. പക്ഷേ
ഇടതുപക്ഷ പ്രവർത്തകനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നതെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകനല്ലാത്ത വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ആരാണ് മുഖം നൽകുക എന്നുള്ള ചോദ്യം കൂടി സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ കുറിപ്പ് തുടരുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും പോലീസുകാർ കാണിച്ചില്ല. ഒരു മനുഷ്യനോട് പോലും കടുപ്പിച്ച് സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് SI ടെസ്റ്റ് എഴുതാതെ മടങ്ങി വന്ന ഒരാളാണ് ഞാൻ എന്ന കാര്യം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഞാൻ അന്ന് പരീക്ഷ എഴുതാതെ ഇറങ്ങി വന്നത് ശരിയാണ് എന്ന് ഇന്നലെ, അതായത് ജൂലൈ 5-ാം തീയതി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ 1 മണിക്കൂർ ദുരനുഭവം കൊണ്ട് മനസ്സിലായി എന്നാണ് വളപട്ടണം എഴുതുന്നത്. ജീവിതത്തിൽ ഇതുവരെ ഒരാളെ പോലും ഞാൻ അടിച്ചിട്ടില്ല. അടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന ഞാൻ ആലോചിക്കും. അപ്പോൾ കൈ അന്നും ഇന്നും പൊന്തില്ല. എന്നെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസ് ഡ്രൈവറും SIയും പറഞ്ഞത് നിന്നെ റിമാൻഡാക്കി 60 ദിവസം കിടത്തും എന്നാലേ നീയൊക്കെ പഠിക്കൂ എന്നാണ്. സ്റ്റേഷനിലെത്തിയപ്പോൾ കയ്യിലെ മൊബൈലും പീടികയുടെ താക്കോലും വാങ്ങി വെച്ചു. വളപട്ടണത്ത് ഒരു കട നടത്തുന്ന വ്യക്തി കൂടിയാണ്. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ ആധാർ ചോദിച്ചു. ഇല്ല കൈവശം എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ കൊണ്ട് നടന്നില്ലെങ്കിൽ വേറെയും കേസുണ്ടാകും എന്നറിയുമോ എന്നുള്ള സ്റ്റേഷനിലെ റിസപ്ഷനിലിരിക്കുന്ന പോലീസുകാരൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നിയമമുണ്ട് എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടായ ഒരാളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കാൻ പോയതാണ്. ഒരൊറ്റ വാഹനം പോലും നിരത്ത് മുറിച്ച് കിടക്കാൻ അനുവദിക്കുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. വളപട്ടണം ഒരു വെളുത്ത മുണ്ട് ധരിച്ചുകൊണ്ട് ആ മുണ്ടിൻ്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ടുകൊണ്ട് മുണ്ട് മടക്കിക്കുത്തി നടക്കുന്ന ഒരു പ്രായമായ ഒരാളെ ഗതാഗതക്കുരുക്കിൽ നിന്ന്, രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ എങ്ങനെ റോഡ് മുറിച്ച് കിടക്കുമെന്നറിയാതെ ഏറെ നേരം നിൽക്കുകയായിരുന്നു ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി. ആ ആളെ ഒടുവിൽ വളപട്ടണം തന്നെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം, അങ്ങനെ സഹായിച്ചതിന് ശേഷം അക്കാര്യം മുന്നിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരനോട് പറഞ്ഞതാണ് പ്രശ്നം. എന്നാൽ പോലീസുകാരൻ ട്രാഫിക് നിയന്ത്രിക്കാനല്ല, ഗവർണറുടെ യാത്ര സുരക്ഷിതമാക്കാനാണ് നിൽക്കുന്നത് എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് വളപട്ടണം എഴുതുന്നു. അനീതി കണ്ടാൽ ചോദിക്കണമെന്നായിരുന്നു അന്നും ഇന്നും മനസ്സിലുള്ളത്. അപ്പോഴേക്കും SI വന്ന് പിടിച്ച് തള്ളി ജീപ്പിൽ കയറ്റി. സ്റ്റേഷനിൽ നിന്നും 1 മിനിറ്റ് ഫോൺ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ട് എൻ്റെ ചങ്ങാതിയെ വിളിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ എന്നെ പല വകുപ്പുകൾ ചാർത്തി കിടത്തുമായിരുന്നു. ചങ്ങാതിയെ വിളിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. എനിക്കായി വിളിച്ചവരോടൊക്കെ ഞാൻ മദ്യപിച്ചു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കാത്ത എന്നെ പോലീസുകാർ മദ്യപാനിയാക്കി ചിത്രീകരിച്ചു. പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലുക എന്നതാണ് ആ പോലീസുകാരുടെ തന്ത്രം. ഇങ്ങനെയൊക്കെ മനസ്സുള്ള പോലീസുകാർക്ക് സമാധാനത്തോടെ കുടുംബത്തിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം എന്ന് വളപട്ടണം എഴുതുന്നു. ഇവരൊക്കെ കുടുംബത്തിലും ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവർക്ക് ശിക്ഷ കൊടുക്കാൻ ഞാൻ രാത്രി ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചിരുന്നു. അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിരുന്നു. എനിക്കൊരിക്കലും ആ 1 മണിക്കൂർ മറക്കാൻ കഴിയില്ല. അതുപോലെ ആ പോലീസുകാരെയും മറക്കില്ല. എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഇത്രയ്ക്ക് കടുത്ത ദുരനുഭവം ഉണ്ടായിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ തരികയായിരുന്നു. രാജേഷ് പോലീസ്, CPIM ലോക്കൽ സെക്രട്ടറി ഷക്കീൽ, ബിജു പോലീസ്, രത്നകുമാർ സാർ, രമേശൻ വെള്ളോറ, വളപട്ടണം CI എന്നിവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് മദ്യപാന കുറ്റത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. മരിക്കുന്നതുവരെ അവരെ മറക്കില്ല. തിരക്കിൻ്റെ ഇടയിലും എനിക്ക് വേണ്ടി അവർ സംസാരിച്ചല്ലോ. അവരോട് പോലും ഞാൻ മദ്യപിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്നത് ഈ പോലീസ് സുഹൃത്തുക്കൾക്കും ചങ്ങാതിമാർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വീണ്ടും ഈ കുറിപ്പ് നീണ്ടു പോകുന്നുണ്ട്. ഏതായാലും സ്റ്റേഷനിലുള്ള പോലീസുകാരൊക്കെ ഒരു കൊലപാതകിയോട് പെരുമാറുന്നത് പോലെ അത്രയ്ക്ക് രൂക്ഷമായിട്ടാണ് പെരുമാറിയത് എന്ന് വളപട്ടണം എഴുതുന്നു. എനിക്ക് ആ പോലീസുകാരോട് ദേഷ്യമല്ല തോന്നിയത്, സങ്കടമാണ്. ഇങ്ങനെയുള്ളവരിൽ നിന്നും എന്ത് നീതി നിർവഹണമാണ് സമൂഹത്തിന് ലഭിക്കുക? ഇവരിൽ നിന്നും എന്ത് നീതിയാണ് സമൂഹം പ്രതീക്ഷിക്കേണ്ടത്? ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എനിക്ക് സംഘർഷങ്ങൾ സഹിക്കാൻ കഴിയില്ല. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരോട് പോലീസുകാർ പെരുമാറുന്നത് എന്നാണ് എൻ്റെ പോലീസ് സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നേഹത്തോടെ നിങ്ങളുടെ വളപട്ടണം എന്ന രീതിയിൽ ആ കുറിപ്പ് വളപട്ടണം അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും വളപട്ടണത്തെ നമ്മൾ തത്സമയം നമ്മളുടെ ഈ സംഭാഷണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ വളപട്ടണം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു വാർത്തയാക്കുന്നതിനോ അല്ലെങ്കിൽ സമൂഹത്തിൽ സംസാര വിഷയമാക്കുന്നതിനോ അതിൻ്റെ പേരിൽ ആഭ്യന്തര വകുപ്പിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എത്തേണ്ടിടത്ത് എത്തുമെന്നത് എനിക്കറിയാം.
അതുകൊണ്ട് പോലീസുകാരിൽ ഒരു മനമാറ്റം ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിസ്റ്റം എന്ന വാക്ക് അവിടെ പ്രധാനപ്പെട്ടതാണ് പ്രസാദ് കാളിദാസൻ. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയ്യ വളപട്ടണം എന്ന എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഇടതുപക്ഷ പ്രവർത്തകൻ ആയതുകൊണ്ട് അദ്ദേഹം അത് വാട്സാപ്പിലൂടെ പോലീസുകാർക്ക് സന്ദേശം അയച്ചതുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെടുന്നു. ഒരുപക്ഷെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം. പക്ഷേ മിണ്ടാൻ നാവുകളില്ലാത്ത, സാമൂഹ്യ മാധ്യമ ശക്തികളില്ലാത്ത സാധാരണക്കാരായ എത്രയോ പേർ ഇത്തരത്തിൽ കേരളത്തിലും രാജ്യത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പോലീസിൻ്റെ അതിഭീകരമായിട്ടുള്ള ക്രൂരതകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഇടയാകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വാർത്ത. അത് തന്നെയാണ്, മദ്യപിക്കാത്ത ഒരാളെ മദ്യപാനിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, താൻ ചെയ്ത കാര്യത്തിൽ അതിൽ ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്ന് പറയുക, ഇത്തരത്തിലുള്ള കല്ലുകടിയായിട്ടുള്ള പോലീസുകാർ ആഭ്യന്തര വകുപ്പിലുണ്ട്. അവർക്കെതിരെ കൃത്യമായ നടപടികൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ സ്വീകരിക്കേണ്ടതാണ്. വേണമെങ്കിൽ ഇത് വലിയ രീതിയിലൊരു പ്രതിഷേധമാക്കി തീർക്കാമായിരുന്നു. അദ്ദേഹവും സമൂഹ മാധ്യമത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ. പക്ഷേ വളരെ പക്വതയാർന്ന ഒരു നിലപാടാണ് എഴുത്തുകാരൻ ഇയ്യ വളപട്ടണം ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതും കൂടിയാണ് ഇതിൽ ഏറെ എടുത്ത് സൂചിപ്പിക്കേണ്ടത്. സുഹൃത്തുക്കളായ പോലീസുകാർക്ക് മെസ്സേജ് അയച്ചത് വഴി ഇത് കൂടുതൽ പോലീസുകാരിലേക്ക് എത്തുകയും പോലീസ് വകുപ്പിലെ മേലുദ്യോഗസ്ഥന്മാരിലേക്കും ഈ കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MS ഫനേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.